വെൽക്കം ടു ബേസ് ലോസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ഭാരതീയ സാക്ഷി അധിനിയം 2023 സെക്ഷൻ 22 to 24 ദാറ്റ് ഈസ് കൺഫെഷൻ. അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻ്റായിട്ട് ഇടുക. സെക്ഷൻ 22 കൺഫെഷൻ ബൈ ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെറ്റ് ഓർ പ്രോമിസ്. ഫസ്റ്റ് കൺഫെഷൻ എന്താണെന്ന് പറയാം. അതായത് ഒരു വ്യക്തിക്കെതിരെ ഒരു കുറ്റാരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുകയോ ഏറ്റുപറയുന്നതിനെയാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു കൺഫെഷൻ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലൂടെയോ ത്രെറ്റിലൂടെയോ അല്ലെങ്കിൽ കോയേഷനോ പ്രോമിസോ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ പ്രതി ഈ ഒരു കൺഫെഷൻ നടത്തിയെന്നുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള കൺഫെഷൻസ് ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഇറലവൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിക്ക് മേലെ ആരോപിക്കപ്പെട്ടിട്ടുള്ള ചാർജ് അയാൾ ചെയ്തു എന്ന് അയാൾ സമ്മതിക്കുകയാണ്. ആ ഒരു കൺഫെഷൻ ഒരു അതോറിറ്റിയുടെ അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, പോലീസ്, എക്സൈസ്, അതേപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, റവന്യൂ, അതേപോലെയുള്ള അതോറിറ്റിയുടെ ഇൻഡ്യൂസ്മെൻറ്റോ അല്ലെങ്കിൽ ത്രെട്ടോ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവരെ സമ്മർദ്ദം ചെലുത്തിയോ അവർക്കൊരു പ്രോമിസൊക്കെ കൊടുത്തോ ആണ് ഈ ഒരു കുറ്റവാളി ഇത്തരത്തിലൊരു കൺഫെഷൻ നടത്തിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഇറലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ അക്യൂസ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്തിനാണ് ഇങ്ങനെ ഒരു കൺഫെഷൻ നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഗെയിൻ എനി അഡ്വാൻറ്റേജ് ഓർ അവോയ്ഡ് എനി ഈവിൾ. അതായത് ഒരു അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി. അതായത് ഒരു ഫോർ എക്സാമ്പിൾ പോലീസ് ഓഫീസേഴ്സ് പറയണം, നീ ഈ ഒരു കുറ്റം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് മേലെ ചാർത്തിയിട്ടുള്ള വലിയ ഒഫൻസുകൾ കുറച്ച് ചെറിയ ഒഫൻസുകൾ ഇട്ട് തരാം, അതായത് മൈനർ ഒഫൻസുകളാക്കി തരാം എന്നൊരു പ്രോമിസ് കൊടുത്തിട്ടാണ് അയാളെ കൊണ്ട് ആ ഒരു കൺഫെഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട അത്തരം കൺഫെഷൻസ് ഇറലവൻ്റ് ആകും. പിന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അവോയ്ഡ് എനി ഈവിൾ. അതായത് ഈ ഒരു കുറ്റവാളി ഈ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടില്ലെങ്കിൽ നിന്റെ ഫാമിലിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തും എന്നൊരു ത്രിട്ടൺ ചെയ്തിട്ടാണ്, അതോറിറ്റി ഒരു ത്രിട്ടൺ ചെയ്തിട്ടാണ് അയാളൊരു കൺഫെഷൻ നടത്തുകയെന്നുണ്ടെങ്കിൽ അതും ഇറലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതാണ് മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പ്രൊവിസയാണ്. പ്രൊവിസയിലും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. എപ്പോഴാണ് ഒരു കൺഫെഷൻ റെലവൻ്റ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒപ്പീനിയൻ ഓഫ് ദ കോർട്ട് ഇൻഡ്യൂസ്മെൻറ്റോ ത്രെട്ടോ കോയേഷനോ പ്രൊമിസോ ആയിട്ട് കൺസിഡർ ചെയ്തെങ്കിൽ മാത്രമാണ് കൺഫെഷൻ എന്ന് പറയുന്നത് ഇറലവൻ്റ് ആകുന്നത്. ഇനി റെലവൻ്റ് ആകുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ കോർട്ട് ബീൻ ഫുള്ളി മൂഡ് ഇറ്റ് ഈസ് റെലവൻ്റ്. അതായത് കൺഫെഷൻ അതർവൈസ് റെലവൻ്റ് ആവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് പ്രോമിസ് ഓഫ് സീക്രസി. പ്രോമിസ് ഓഫ് സീക്രസി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാനാണെങ്കിൽ ഞാനൊരു കുറ്റം ചെയ്തു എന്ന് ഞാൻ വേറൊരാളോട് സീക്രട്ടായിട്ട് പറയുകയാണ്. അതായത് പ്രോമിസ് ചെയ്തിട്ട് സീക്രട്ടായിട്ട് പറയണം, ആരോട് പറയരുത് ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആ ഒരു പ്രോമിസ് വയലേറ്റ് ചെയ്തിട്ട് മറ്റേയാൾ ചെന്ന് പോലീസിനോട് പറയുകയാണ് ഇന്നയാൾ എന്നോട് പറഞ്ഞു ഇന്ന ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഈ ഒരു പറഞ്ഞ ആൾക്ക് ആ ഒരു അക്യൂസ്ഡിന് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാനത് പ്രോമിസ് ചെയ്തിട്ട് പറഞ്ഞ ഒരു സീക്രട്ടാണ്, അതുകൊണ്ട് അത് കൺഫെഷൻ അല്ല എന്നൊരിക്കലും അയാൾക്ക് പ്ലീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസെപ്ഷൻ ആണ്. ഡിസെപ്ഷൻ മീൻസ് നമ്മൾ ഒരാളോട് വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞു, അയാളെ നമ്മൾ ഡിസീപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്തുകൊണ്ട് അയാളത് പുറത്ത് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞു. അപ്പം അയാളോട് പറഞ്ഞ കാര്യം കൺഫെഷനായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ അവിടെ ഒരു ഡിസെപ്ഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളതിന് ഒരു റെലവൻസ് ഇല്ല. സോ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കൺഫെഷനായിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രങ്ക് ആണ്. ഒരു ഡ്രങ്കനായിട്ടുണ്ടായിരുന്ന ഒരാൾ നടത്തിയ കൺഫെഷൻ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൺഫെഷനായിട്ട് കൺസിഡർ ചെയ്യും. ഡ്രങ്കൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഡ്രങ്കൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ അതൊരിക്കലും പറയില്ല എന്നൊരിക്കലും അയാൾക്ക് പ്ലീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സ്റ്റേറ്റ്മെന്റ് ബൈ ഡ്രങ്ക് എന്ന് പറയുന്നതും കൺഫെഷനായിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻസർ ടു ക്വസ്റ്റ്യൻ വിച്ച് ഹി നീഡ് നോട്ട് ഹാവ് ആൻസേർഡ്. അതായത് നീ അല്ലേ അയാളെ കൊന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരു അക്യൂസിനോട് ചോദിക്കുകയാണ് നീ അല്ലേ അയാളെ കൊന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാനാണ് കൊന്നതെന്ന് പറയാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ പറയാം എന്നോട് അങ്ങനെ ചോദിച്ചത് കൊണ്ടല്ലേ, ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ഒരു ആൻസർ തന്നത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു എന്നൊരിക്കലും അയാൾക്ക് പ്ലീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആൻസർ അല്ലെങ്കിൽ ഒരു കൺഫെഷൻ എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്.
The final one is not one that he was not bound to make such a confession and that evidence given him. അതായത് ഒരു ആൾ നടത്തുന്ന കൺഫെഷൻ അയാൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണെന്ന് അയാളെ വാൺ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കൺഫെഷനായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് സെക്ഷൻ 22 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 23 ആണ്, ദാറ്റ് ഈസ് കൺഫെഷൻ ടു പോലീസ് ഓഫീസർ. അതായത് ഒരു പോലീസ് ഓഫീസറിൽ കൊടുക്കുന്ന കൺഫെഷൻ അല്ല, അതുപോലെ തന്നെ ഒരു കസ്റ്റഡിയിലിരിക്കുന്ന പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പേഴ്സണിന്റെ കൺഫെഷൻ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലാണ് അത്തരത്തിലൊരു കൺഫെഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇൻട്രോഗേഷൻ പീരീഡിൽ മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലാണ് അത്തരം കൺഫെഷൻ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് കൺഫെഷനായിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു പ്രൊവിസോ പറയുന്നുണ്ട്, അതായത് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് അത് കൺഫെഷൻ ആണെങ്കിലും അല്ലെങ്കിലും അയാളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷന്റെ കോൺസിക്വൻസ് ആയിട്ട് ഒരു വെപ്പണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ് റിലേറ്റഡ് ടു ക്രൈം അതെന്താണേലും അത് ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ആ അക്യൂസ്ഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ അക്യൂസ്ഡ് പേഴ്സണിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൺഫെഷൻ ആവണമെന്നുമില്ല. ഇതാണ് ഈ സെക്ഷൻ 23 മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 24, ദാറ്റ് ഈസ് കൺഫെഷൻ ടു ദ കോ അക്യൂസ്ഡ്. അതായത് സഹ കുറ്റവാളിയുടെ കൺഫെഷനെ പറ്റിയിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അതായത് more persons than one are being tried jointly for the same offense. ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒന്നിച്ച് ഒരു സെയിം ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു പേഴ്സൺ ചെന്ന് അയാളെ പറയുകയാണ്, ഞാൻ ഈ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇത്രയും ആൾക്കാരും ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ കോടതി അവിടെ കൺസിഡർ ചെയ്യുന്നത് ആ പറഞ്ഞ ആളുടെ എന്ത് രീതിയിലാണോ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് നടപടിയാണോ ആ പറഞ്ഞ ആൾക്കെതിരെ സ്വീകരിക്കുന്നത് ആ സെയിം നടപടി തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന കോ അക്യൂസ്ഡിനും കോടതി സ്വീകരിക്കുന്നതാണ്. അത് അവർ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ പറഞ്ഞ അക്യൂസ്ഡിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവർക്കും കൂടി സെയിം നടപടിയായിരിക്കും സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും കൂടി സി എന്ന് പറയുന്ന ഒരാൾ കൊന്നു, എന്നിട്ട് എ എന്ന് പറയാണ് ഞാനും ബിയും കൂടി സീനെ കൊന്നു എന്ന് കൺഫസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കോടതി എയിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ സെയിം നടപടി തന്നെയായിരിക്കും ബിക്ക് എഗനിസ്റ്റും ചെയ്യുന്നത്. ഈവൻ ബി ഇവിടെ വോളണ്ടറിലി അല്ലെങ്കിൽ സെൽഫ് ഞാൻ കൺഫസ് ചെയ്തു അല്ലെങ്കിൽ ഞാനും കൊന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എയ്ക്കെതിരെ എന്ത് നടപടിയാണോ സ്വീകരിച്ചിട്ടുള്ളത് ആ സെയിം നടപടി തന്നെയായിരിക്കും ബിക്കെതിരെയും കോടതി സ്വീകരിക്കുന്നത്. സോ ഇത്രയാണ് കൺഫെഷനിലായിട്ട് നമുക്ക് പറയുന്നത്. നമ്മളിന്ന് നോക്കിയത് സെക്ഷൻ 22, 23 ആൻഡ് 24. കൺഫെഷൻ ബൈ ഇൻഡ്യൂസ്മെന്റ്, ത്രെട്ട് ഓർ കോയേഷൻ, കൺഫെഷൻ ടു പോലീസ് ഓഫീസർ ആൻഡ് കൺഫെഷൻ ടു ദ കോ അക്യൂസ്ഡ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.